നമ്മൾ കുശാൽ നഗറിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ കാടിൻ്റെ ഭാഗം എത്തുന്ന സ്ഥലം വരെ എത്തിയിട്ട് നമ്മൾ കാർ കിടന്നുറങ്ങി. പിന്നെ നമ്മളിപ്പോൾ കുറച്ച് എത്ര മണി, ഒരു 3-4 ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ കാട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ കുശാൽ നഗറിലേക്ക് കുട്ട വഴിയാണ് പോകുന്നത്. കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയാൽ കാട് തുടങ്ങുന്നൊരു സ്ഥലത്തെത്തും. നമ്മൾ ശരിക്കും കാടിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പ്രവേശിച്ച സമയത്ത് മൊത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാവും, കാട് ഇരുട്ട് വേറൊരു ഫീലാണ്. രാത്രി കാടിന് നടുവിലൂടെ പോകുക എന്ന് പറയുമ്പോൾ വേറെ ലെവലിൽ ഫീലാണ്. പിന്നെ മൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഇവരൊക്കെ ഈ റോഡ് സൈഡിലേക്കൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മാൻകൂട്ടങ്ങളെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടി അങ്ങോട്ടേക്കൊന്ന് വളച്ച് നിർത്തിയിട്ടുണ്ട്. കാരണം ഈ ലൈറ്റ് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാൻകൂട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. വണ്ടി കാണുന്ന സമയത്ത് അവർ അങ്ങോട്ടുള്ളിലേക്ക് കാടിനുള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ഈ വെളിച്ചം തട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ കണ്ണിലേക്ക് അടിക്കുന്ന സമയത്ത് അവർ ഡിസ്റ്റർബായിട്ട് അധികം ഇങ്ങനെ നീങ്ങാൻ പറ്റാത്ത മെല്ലെ മെല്ലെ തപ്പിത്തടഞ്ഞൊക്കെയാണ് കാടിനകത്തേക്ക് കയറി പോകുന്നത്. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഹാപ്പി വേണം. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിൽ കൂടെ കാണുന്ന സമയത്ത്, ഇങ്ങനെ കാടിനകത്ത് കാണുന്ന സമയത്ത് പ്രത്യേക ഒരു കൗതുകമാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളൊരു പേടിയൊക്കെ മനസ്സിനുള്ളിലുണ്ട് കേട്ടോ. എത്രയായാലും കാടാണല്ലോ, അതുപോലെ തന്നെ നമ്മൾ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഹാൻഡിൽ ചെയ്യണമല്ലോ. പിന്നെ നമ്മൾ കാറിനകത്താണെന്നുള്ളത് കൊണ്ടുള്ളൊരു സേഫും ഉണ്ട്. പിന്നെ ഒരു ചെറിയ മുയലിൻ്റെ കുട്ടി അതാ ഉള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ട്. മേലോട്ട് ചാടി ചാടി പോകുന്നു. എല്ലാവരും കൂട്ടത്തോടെ ഫാമിലി ആയിട്ടാണുള്ളത്. കുറച്ച് കാടിനകത്തൂടെയൊക്കെ ഓടിച്ച് ഇങ്ങോട്ട് എത്തിയ സമയത്ത് ഇവിടെ കുറേ വരിയായിട്ട് വണ്ടികൾ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് ആണെന്നാണ് തോന്നുന്നത്. കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു കാറ് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അടച്ചിട്ടതാണ്. ഇവിടെ രാവിലെ ആയിട്ട് ചെക്ക് പോസ്റ്റ് തുറന്നിട്ട് പോകാൻ കാത്തിരിക്കുന്ന വണ്ടികളാണ്. അപ്പോൾ നമ്മൾ തൽക്കാലം വേറെ വഴി അന്വേഷിച്ചിട്ട് തിരിച്ചു പോകാനാണ്. തിരിച്ച് വേറെ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ നമുക്ക് രാത്രിത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരുട്ട് കണ്ടിട്ട് മടുപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കി കുശാൽ നഗർ എത്തിയിട്ട് കാണാം. ഈ ഒരു മൊണാസ്ട്രിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിൽ ഒന്നാണ് ഈ ഒരു സുവർണ്ണക്ഷേത്രം, ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ശരിക്കത്തെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാംഡ്രോളിംഗ് മൊണാസ്ട്രി എന്നാണ്. അത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോന്ന് അറിയില്ല. കൊടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെയായിട്ട് ബൈലക്കുപ്പയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു സമുച്ചയത്തിൽ ഏകദേശം 16,000 അഭയാർത്ഥികളും 6,000 സന്യാസിമാരും വസിക്കുന്നുണ്ട്. അവിടെ ഉണ്ടോ ആ ലോങ് അവിടെ ആയിട്ടാണ് നമ്മുടെ അമ്പലം ഉള്ളത്. അതിൻ്റെ അമ്പലത്തിൻ്റെ ഒരു മുൾഭാഗത ഇങ്ങനെ നോക്കിയത് അവിടെ കണ്ടില്ലേ, അതാണ് അമ്പലം ആ ഒരു മേൽഭാഗം ഉള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ബുദ്ധമതവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ പഠന സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയുള്ള സ്ഥലമാണ്. അതിന് വേണ്ടിയിട്ടുള്ള വലിയ കെട്ടിടങ്ങളുണ്ട്. ഇതിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ കൂടെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെ ഇതിന് വന്നിട്ടുണ്ട് പർച്ചേസ്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഹോട്ടലാണ്. ഈ ഇതിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ കണ്ടില്ലേ, വെജ് ഫുഡ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ മോമോസ് ഒക്കെ ഉണ്ട്. കുറേ മോമോ ഉണ്ടാവില്ലേ, ടിബറ്റനിലെ സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ട്രൈ ചെയ്യണം. അതിന് മുന്നേറ്റ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് കാണാം. അടിപൊളിയാണല്ലോ, നല്ല സൗണ്ട്, എക്സാക്ട് സൗണ്ട്. ഗോപ്രോ ഇടയ്ക്ക് ഓടാമില്ല. ഇത് പക്ഷേ ഇതിനകത്ത് ഓമല്ലേ ഉള്ളത്. ഇതിൽ ബുദ്ധനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വാരണാസിയിൽ മൊത്തം കൊണ്ടുപോയിട്ട് നടന്നതാണ് ഇതിൻ്റെ വൈറ്റ് കളർ. പക്ഷേ ഇതിൽ ബുദ്ധനായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട്. ഇത് മറ്റേ കാൽപാതൊക്കെ സംഭവമാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ എഴുതി വെച്ച സാധനങ്ങളൊക്കെ ആ ടിബറ്റൻ ആ ഒരു ലാംഗ്വേജ് ആണോന്ന് സംശയമുണ്ട്. ടിബറ്റൻ ലാംഗ്വേജ് ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല അല്ലേ. ടിബറ്റൻ ലാംഗ്വേജ് അത് ഇത് നല്ല ഭംഗിൻ്റെയാണ് ഇതൊക്കെ സംഭവം. ഇതൊക്കെ നല്ല ഭംഗിയിൽ കാണേ ഉണ്ടോ. ഈ ടിബറ്റൻ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതിനെന്താ പറയുക, പേരറിയില്ല കേട്ടോ. ഇതിനെന്താ പറയുക, മണി. അതെനിക്ക് അറിയാം, മണിയാണ്. ഇതൊക്കെ സംഭവങ്ങൾ കേട്ടോ, മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങൾ.
നമ്മളിതാ നേരെ ഇവിടെയാണ് ഒരു അമ്പലം ഉള്ളത്. ഈ ഒരു ഇതിനകത്തൂടെ കയറിയിട്ട് ഉള്ളിൽ കയറിയിട്ട് വേണം അമ്പലത്തിലേക്ക് കിടക്കാനായിട്ട്. നമുക്ക് ഇങ്ങനെ അകത്തേക്ക് കയറാം. ഇവിടെ ഒരാളെ കണ്ടോ? ഈ ഒരു മൊണാസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ 4 നില ഗോപുരമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങൾ ശ്രീബുദ്ധൻ്റെ പ്രതിമകളാണ്. ഇരുവശത്തും അമിതായുസിൻ്റെയും പത്മസംഭവത്തിൻ്റെയും പ്രതിമകളുണ്ട്. കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ വെക്കുന്നുണ്ട്. അവിടെ കുറേ ആൾക്കാർ ഫോട്ടോ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ, പക്ഷേ ഇത് തുറക്കൂലേ, എനിക്കറിയില്ല കേട്ടോ. ഇവിടെ ഒരു ഡോറ് കാണുന്നുണ്ട്, അത് തുറക്കുമെന്ന് അറിയില്ല. കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഇല്ലേ മണി അടിക്കുന്നത്? ഈ മണി അടിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം അതാ അവിടെ അടിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഈ സംഭവം ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലേ? ഇതിൻ്റെ അടിയിൽ ഉണ്ട്, പക്ഷെ അത് അടിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മളെ ബുദ്ധൻ്റെ നേർച്ചയായിട്ടുള്ള ബട്ടർ ലാമ്പ് ഇല്ലേ, നമ്മൾ അവിടെയൊക്കെ പോയപ്പോൾ കണ്ട സംഭവം, അതിവിടെ ഉണ്ട്. നമുക്കിതാ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ഇതാ ഇവിടെ ചെരുപ്പ് അയച്ചു വെക്കണം. അപ്പോൾ ചെരുപ്പ് അയച്ചു വെക്കാൻ വേണ്ടി ഇതാ 3 രൂപ. അപ്പോൾ അതാ അവിടെ 50 രൂപ, 3 രൂപയാണ് ഒരു പെർ ഷൂസ് ഓർ സ്ലിപ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 രൂപയാണ്. അപ്പോൾ അതാ ഇതിനകത്തേക്ക് കയറണമെങ്കിൽ ചെരുപ്പ് അയക്കണം. അപ്പോൾ ആ ചെരുപ്പ് ഇവിടെ വെച്ചിട്ട് അകത്തേക്ക് കയറി കൊടുക്കുകയാണ്. ചെരുപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് നേരെ അകത്തേക്ക് കയറാൻ പോവാണ്. സന്ദർശകർക്ക് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, അവരുടെ വഴിപാടുകൾ നൽകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടിബറ്റൻ പ്രയർ വീലുകളൊക്കെ ഉണ്ടല്ലോ, അത് ഒക്കെ ഇങ്ങനെ നമുക്ക് തിരിക്കാവുന്നതാണ്. അപ്പോൾ അതിങ്ങനെ പ്രയർ വീൽ തിരിക്കുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പ്രാർത്ഥന ഇതിങ്ങനെ മുഴങ്ങും. ഓം മണി പത്മേഹം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു പ്രാർത്ഥന നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ അത് ജപിക്കുക എന്നാണ്, അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമാണ് അത് കറക്കുക എന്നുള്ളത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഈ ഒരു ടെമ്പിൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ പ്രാർത്ഥന ഉണ്ടാവും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ശാന്തമായിരിക്കണം. അപ്പോൾ ആ ഒരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അതേപോലെ തന്നെ സൂക്ഷിക്കുന്നതിന് ഇവിടെ വരുന്ന സഞ്ചാരികൾക്കും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആരും അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെയാണ് ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യേണ്ടത്. ഇതിനൊരു ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിവിടെ സ്ഥാപിക്കപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ടിബറ്റ് ചൈന ആക്രമിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇന്ത്യ അഭയം നൽകിയ സമയത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഇത്തരത്തിൽ ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു സ്ഥലം അവർക്ക് കൊടുക്കുകയും ആ അഭയാർത്ഥികളായിട്ടുള്ള ടിബറ്റൻ നിവാസികൾ ഇവിടെ ഇത്തരത്തിലൊരു മൊണാസ്ട്രി അല്ലെങ്കിൽ ഇവിടെ ഒരു ടിബറ്റൻ സെറ്റിൽമെൻറ്റ് ഇങ്ങനെ ജീവിച്ചു വരികയാണ്.
ഇവിടുത്തെ ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. അത് അവിടെ കണ്ടോ, എന്താണ് കുൻഫേൻ കഫേ ആൻഡ് ഫുഡ്, അങ്ങനെ തന്നെയാണ് പേരും തോന്നുന്നു. അവിടെ പോയിട്ട് മോമോസ് കഴിക്കണം. മോമോ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇവിടെ വന്നിട്ട് കഴിക്കണം എന്ന് കുറേ വീഡിയോയിൽ ഞാൻ നോക്കിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൂൾട്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറി സൊസൈറ്റി എന്നാലേ അല്ല, വൈൽഡ് ലൈഫ് പറയുമ്പോൾ നമുക്ക് സാങ്ച്വറി ആണല്ലോ വരിക. മറ്റേ സ്റ്റിക്കർ എവിടെ ഇട്ടാ? ഇതന്നെ എടുത്തു തരുമോ നിങ്ങൾ? ഇതൊക്കെ വാങ്ങി വെക്കുന്ന നല്ലതാണ്. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അശോക സ്തംഭം ഒന്നും കാണാണ്ടാവും, അന്യം നിന്ന് പോകും. ടിബറ്റൻ പ്രയർ വീൽ ഇതിങ്ങനെ കറക്കുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള മന്ത്രങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കപ്പെടുന്നതാണ്. ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത്. ഇതിപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലല്ലേ? ആ അതെ. നമ്മളിതാ ഇവിടെ ടിബറ്റൻ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, മോമോ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ആകെ പരിചയമുള്ളതേ ഉള്ളൂ. മോമോ കഴിക്കണം സ്പെഷ്യലായിട്ട്. രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൈഡ് മോമോ മാത്രമായിട്ടുള്ള വാങ്ങിയിട്ടുണ്ട്. സ്റ്റീമും അതേപോലെ തന്നെ ഫ്രൈഡും രണ്ടും വാങ്ങിയിട്ടു. 100 and 120. അപ്പം കഴിച്ചു നോക്കാം. ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനം കഴിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം എങ്ങനെയെന്ന് അറിയില്ല. നമ്മൾ തൽക്കാലം നമ്മുടെ ഈ ഒരു സാധനത്തിൽ നമ്മുടെ ആഗ്രഹം ഒതുക്കിയിട്ട് നമുക്കിനി അവസരം ഉണ്ടാവുമല്ലോ, ഇനി എവിടെയൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആഗ്രഹങ്ങളൊക്കെ തീർക്കാം. ഇത് എന്താ അതേ സാധനം? ഇത് സ്റ്റീം ചെയ്തിട്ടുള്ള സംഭവമായിരിക്കില്ലേ? അപ്പോൾ സ്റ്റീം ചെയ്തിട്ടുള്ള ഒരു മോമോ വന്നിട്ടുണ്ട്. മോമോസ് നമുക്ക് കഴിച്ചു നോക്കാം. ഇതിങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ ഇതിനകത്ത് മുക്കിയെടുക്കാം. പക്ഷെ ഭയങ്കര ടേസ്റ്റ് എന്തായിരിക്കും അറിയില്ല. ഈ സംഭവം കൂർഗ് വൈൽഡ് ലൈഫ് സൊസൈറ്റി എന്നാണ് ഉള്ളത്. അത് ഉറപ്പിക്കാൻ വേണ്ടി പോവാം. അടിച്ചോ